വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 2ഉം 3ഉം 4ഉം മാത്രമാണ് ശരി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. എന്നാണ് കുറിച്യ കലാപം നടക്കുന്നത്? 1812 കുറിച്യ കലാപം നടക്കുന്നത്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇപ്പോൾ ബന്ധപ്പെട്ട ശരിയായവ ഏതാണ്? കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻ കാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതെല്ലാതും ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർന്നു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 4ഉമാണ് ശരി. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 2009 ബ്രിക്സ് രൂപം കൊള്ളുന്നത്. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 3ഉം 4ഉമാണ് ശരി. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ആദ്യത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ഉം 2ഉം 3ഉം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അൽ അമീൻ എന്നുള്ള പത്രം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അപ്പം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് കിട്ടിയത്. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. അതിൽ 4ാമത്തെയാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? ആദ്യം മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. ആദ്യം ഏതാണ്? മലബാർ കലാപമാണ് നടന്നത്. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, പിന്നീടാണ് അതിർത്തി ഗാന്ധിയുടെ മരണം.
കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, 2, 3 മാത്രമാണ് ശരി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇപ്പോൾ 2017 ജൂൺ 17-നാണ്. 2017 ജൂൺ 17-നാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക്, അതായത് റെസിഡ്യൂൽ പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിഡ്യൂ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായിട്ടുള്ള വകഭേദമാണ് ഏത്? ആന്ത്രാസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഇതാണ് ചിപ്കോ പ്രസ്ഥാനം. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937-ലാണ്. തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല 1937-ലാണ് രൂപം കൊണ്ടത്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ദേവദശകം, നവമഞ്ജരി, ദർശനമാല ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ദേവദശകം, നവമഞ്ജരി, ദർശനമാല. ദേവദശകം, നവമഞ്ജരി, ദർശനമാല ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടുള്ള നവംബർ 11, ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ 11. അത് മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടുള്ള നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടതാണ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത്. അക്കിതം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടിയിട്ടുണ്ട്. MT വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്. ONV കുറുപ്പിനും കിട്ടിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ 1, 3 ആണ് ശരി. ഒന്നേതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ.
കോത്താരി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം എവിടെയാണ് നടന്നത്? ബംഗാൾ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻകിബാറിലാണ്. ട്രാൻകിബാറിലാണ് ഡെൻമാർക്കുകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ടാൻകിബാറിലാണ്. ടാൻകിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുറിച്യ കലാപമാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്. 1812 കുറിച്യ കലാപം നടക്കുന്നത്. കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741. കുറിച്യ കലാപം നടക്കുന്നത് 1812. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1ഉം 3ഉമാണ് ശരി. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക ചുമതലകളെക്കുറിച്ചിട്ടൊന്നും അന്നേരം പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ അന്നേരം കൂട്ടിച്ചേർത്തു. 1976 42ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. 10 ചുമതലകളാണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ദേശീയ ഗീതം. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അത് രണ്ടുമാണ് ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നു. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥും ഭുവനേശ്വരിയാണ് കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ആരൊക്കെയാണ്? ഭുവനേശ്വരിയും എസ് സോമനാഥും. എസ് സോമനാഥും ഭുവനേശ്വരിയാണ് കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായത്. 2024 കേരളപ്രഭ പുരസ്കാരം ഭുവനേശ്വരിക്കും എസ് സോമനാഥിനുമാണ്. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് അതിൽ പെടാത്തത്. അപ്പോൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഇതൊക്കെയാണ് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാനപ്പെട്ട നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെയാണ് നടത്തിയ ലഹളയാണ് കുറിച്യ ലഹള. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. കേരളീയ സുഗുണ ബോധിനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. ഏതാണ്? കേരളീയ സുഗുണ ബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക, കേരളീയ സുഗുണ ബോധിനി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അപ്പോൾ 3ഉം ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് തുടക്കം കുറിക്കുന്നത്.
മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ ലോകസഭ 20 രാജ്യസഭയിലേക്ക് 9 സീറ്റുകളുമാണ് ഉള്ളത്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി ജോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്? കീഴരിയൂർ ബോംബ് കേസാണ് ബന്ധമില്ലാത്തത്. ഇപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? പുന്നപ്ര വയലാ സമരം, മലയാളി മെമ്മോറിയൽ, നിവൃത്തന പ്രക്ഷോഭമൊക്കെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ടി.കെ. മാധവൻ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 1817 ഗൗരി പാർവതിബായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്ന നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം. എന്തൊക്കെയായിരുന്നു ഉൾപ്പെട്ടത്? ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ഈ 3 കാര്യങ്ങളായിരുന്നു 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ. ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരിയുടെ സംഭാവനയാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു. അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ്. വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലസൻറ്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത എന്താണ്? എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളായിരിക്കും. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനിയാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3ഉം 4ഉമാണ് ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊനീറയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത
ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപിൻ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതിൽ 4 മാത്രമാണ് ശരി. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ, ഗ്ലൈക്കോസിസ് സ്റ്റേജിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. വിട്രിയസ് ദ്രവം മനുഷ്യരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിലാണ് വിട്രിയസ് ദ്രവം കാണുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തന യന്ത്രമാണ്. അവിടെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം അതിൻ്റെ 4 മടങ്ങാവും. പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് 4 മടങ്ങാവും. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? വേഗമാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ജെ തോംസണുമായി ബന്ധപ്പെട്ടവ എന്തൊക്കെയാണ്? പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയതും ജെ തോംസൺ ആണ്. ഇപ്പോൾ പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രിൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. ഐസോപ്രിൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കോറൽ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കോറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ലീച്ചിങ് എന്ന സാധാരണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലൂമിനിയത്തിനാണ് നമ്മൾ ലീച്ചിങ് ഉപയോഗിക്കുന്നത്. ലീച്ചിങ് എന്ന സാധാരണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ.